ഞാനിതൊരു ഹോട്ട് ബാഗ് പരിചയപ്പെടുത്താം. ഇതൊരു ഹോട്ട് ബാഗാണ്. ഞാൻ തിരൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹോട്ട് ബാഗാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് ബാഗിൻ്റെ പ്രത്യേകത നമ്മൾ കോമൺ ആയിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണ ഒരു സാധനമാണ്. ഇതിലിപ്പം വെള്ളമുണ്ട്. ഞാനിത് ഇന്നലെ ഐസ് ഇട്ടിട്ട് ബോഡി മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണ ആ ഒരു പരിപാടി കുറച്ച് സമയം എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഇതിനേക്കാളും എളുപ്പത്തിലുള്ള ഈസി സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇതാണ് ആ ഒരു സാധനം. ഇത് എന്താണ്, ഇലക്ട്രോ തെർമൽ വാട്ടർ ബാഗ്. അപ്പോൾ ഇത് കാണാൻ നമുക്ക്, ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാ. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹോട്ട് ബാഗിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ എത്രയാണ് വെള്ളം ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി ഇതിന് കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുള്ളത് ഒരു കേബിളുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു നീഡിൽ വരുന്നുണ്ട്. ഈ നീഡിൽ ഓപ്പൺ ആക്കാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കുത്തി വെച്ചിട്ട് നമുക്ക് വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നല്ല, ഇലക്ട്രോണിക് ആണ്. നമുക്ക് കറണ്ടിൽ കുത്തി വെച്ചിട്ട് ചൂടാക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു ബോക്സിൽ കാണിക്കുന്നത് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് വെള്ളം ചൂടാവാൻ ചാർജിങ് ഫോർ 7 to 12 minutes, വാം ഫോർ 2-3 hours. അതായത് ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. 7 മുതൽ 12 മിനിറ്റ് വരെ ആണോ ഇത് ചൂടാവാനുള്ള ടൈം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്ലഗ് പിന്നെ വരുന്നത് ഇങ്ങനെയാണ്. കുത്തി വെക്കുന്ന സമയത്ത് ലൈറ്റ് കത്തും. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും വെള്ളം തിളച്ചിക്കണോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ ആദ്യം ഇതിന്മേൽ കുത്താട്ടോ. ഇതിവിടെ ഇതിങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. കുത്തി വെച്ചതിന് ശേഷം പ്ലഗിൽ കുത്താം. അപ്പോൾ കണ്ട റെഡ് കത്തി. ഓക്കെ, ഇനി നമ്മൾക്ക് ആ ഒരു ബോക്സിൽ പറഞ്ഞതുപോലെ ഒരു 10-12 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ടൈം ഒന്ന് നോക്കണം, എത്ര സമയം എടുക്കുന്നുള്ളത്. നമ്മൾ കുത്തിയത് 12:51 കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പം അത്യാവശ്യം ചൂടുണ്ട്. ഒരു ഗുളു വെള്ളം തിളക്കുമ്പോഴുള്ള ആ ഒരു ഗുളുണ്ടല്ലോ, ആ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇത് കണ്ട ബാഗ് കുറച്ചൊന്ന് വീർത്തിട്ടുണ്ട്. അതാ ഓഫായി. ചൂടായതാണോ? യെസ്, തിളച്ചതാണ്. അപ്പോൾ 12 മിനിറ്റ് ഒന്നും എടുക്കണില്ല അത് തിളക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ദൂരം ശ്രദ്ധിക്കണം. കുട്ടികളുള്ള സ്ഥലത്തൊന്നും കുട്ടികളൊക്കെ ഒന്നും കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റമാണ് ഇത്. കണ്ടില്ല, നമുക്ക് ഇതിൽ കൈയിട്ടിട്ട് ഹോട്ട് ചൂടിനാവുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു സംഭവമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ ബോക്സിൽ കണ്ടതുപോലെ തന്നെ 2 മുതൽ 3-4 മണിക്കൂർ വരെയൊക്കെ ഈ ഒരു ചൂട് നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പീരിയഡ് സമയത്ത് പെയിനുള്ള ആളുകൾക്ക് കുറേയധികം ആളുകൾ ഹോട്ട് ബാഗൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾ മെഡിസിനൊക്കെ യൂസ് ചെയ്യണം. അപ്പം മെഡിസിന് മാക്സിമം നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിലും ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എനിവേ, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അധികം വിലയൊന്നുമില്ല കേട്ടോ. 225 രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ നല്ല വെർത്തായിട്ട് തോന്നി എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ വാങ്ങണമെന്നോ വാങ്ങണ്ടെന്നോ ഒന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ.